ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ട്രസ്റ്റിലെ സിസ്റ്റർമാർ പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സേതു. അന്ന് അവന്തികയോട് ട്രസ്റ്റിലെ പൈസ കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫണ്ടൊക്കെ എപ്പോഴേ കൊടുത്തെന്ന് അവന്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ സേതുവിന് ഓർമ്മ വരുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ്. കരഞ്ഞുകൊണ്ട് സന്ദീപിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ആതിര. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മോളെ, നീ സന്ദീപിനെ മറക്കണം. നമ്മുടെ വീട്ടുകാർക്ക് ഒരു വിഷമവും നീ കാരണം ഉണ്ടാകരുതെന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആതിര പറയുകയാണ്, ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ചേച്ചി എന്നെ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പോൾ എൻ്റെ ആ പ്രതീക്ഷയും തെറ്റി. ഞാൻ അങ്ങനെയല്ല മോളെ പറയുന്നത്. നിനക്കെങ്ങനെയാണോ അതേപോലെ സന്ദീപിന് തിരിച്ചു നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് ഉറപ്പായും ചേച്ചി കൂട്ടുനിൽക്കും. അല്ലാത്ത പക്ഷം നീ എന്താണെങ്കിലും സന്ദീപിനെ മറക്കണം. ഇത് കേൾക്കുന്ന ആതിര കരഞ്ഞുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ. അവനിത് വെറും ഒരു നേരം പോക്കിന് മാത്രമാണ് തുടങ്ങിയതെങ്കിൽ അതോടെ ഇവിടെ വെച്ച് എല്ലാം നിർത്തണമെന്ന് അർച്ചന പറയുമ്പോൾ അതിന് സമ്മതിക്കുകയാണ് ആതിര. അങ്ങനെ അർച്ചന അവിടെ നിന്ന് നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്പിളി പറയുകയാണ്, മേഡത്തിനെ സേതു സാറ് തിരക്കിയിട്ടുണ്ടായിരുന്നു. സാറ് ഗാർഡനിലുണ്ട്, ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറഞ്ഞ് അമ്പിളി പോവുകയാണ്. തുടർന്ന് എന്താ അച്ഛ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സേതു പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ അതിലിപ്പോൾ ഒന്ന് മാത്രം ഞാൻ ചോദിക്കാം. ബാക്കിയെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച്. മേരി മാതാ ട്രസ്റ്റിന് കൊടുക്കാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ നീ കൊടുത്തായിരുന്നു എന്ന് സേതു ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ സേതു വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചതിന് അവന്തികയ്ക്ക് ഉത്തരമുണ്ടോ? അത് അന്ന് തന്നെ കൊടുത്തായിരുന്നല്ലോ അച്ഛ എന്ന് അവന്തിക പറയുമ്പോൾ സേതു ദേഷ്യത്തോടെ പറയുകയാണ്, ഷട്ടപ്പ്. പിന്നെയും പിന്നെയും മുഖത്ത് നോക്കി നീ കള്ളം പറയുകയാണോ? ഇങ്ങനെ കള്ളം പറഞ്ഞെന്നെ ബോധിപ്പിച്ചിട്ട് നീ എത്ര രൂപ തട്ടിയെടുത്തു? ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ സേതുവിനെ നോക്കുമ്പോൾ സേതു പറയുകയാണ്, ബിസിനസ്സിലായാലും ബന്ധത്തിലായാലും സേതുമാധവന് ഒരു വേദവാക്യം മാത്രമേ ഉള്ളൂ, വിശ്വാസം. അത് നഷ്ടപ്പെടുത്തുന്നവര് ആരാണെങ്കിലും അവരെ സേതുമാധവന് പിന്നെ വേണ്ട. അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും. ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. ഒരു സംശയത്തിന്റെ കണിക പോലും ഞാൻ നിന്റെ മേൽ ഇടാഞ്ഞതേ ഞാൻ നിന്നെ അത്ര വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അച്ഛാ. ഞാൻ എന്ന് പറഞ്ഞ അവന്തിക പറയാൻ ആരംഭിക്കുമ്പോൾ സേതു ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്താ പറയാനുള്ളത്? അറിയാതെ ചെയ്ത തെറ്റാണെന്നോ അതോ ഇനി ആവർത്തിക്കില്ലെന്നോ? നിനക്ക് എന്ത് ന്യായീകരണം പറയാനുണ്ടെങ്കിലും അതൊന്നും എനിക്ക് കേൾക്കേണ്ട ഒരാവശ്യവുമില്ല. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരുമായിരുന്നല്ലോ. പാവം കുറെ അനാഥ കുട്ടികളുടെ പൈസ എടുത്തിട്ട് വേണമായിരുന്നോ നിനക്ക് നിന്റെ മിടുക്ക് കാണിക്കാൻ? അതിൽ നിന്ന് ഒരു നയ പൈസയെങ്കിലും എടുത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിലേ ഈ കുടുംബം വരെ മുടിഞ്ഞു പോകും. നിനക്കതറിയാമോ? അച്ഛാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന അവന്തിക പറയുമ്പോൾ സേതു വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ്, എനിക്ക് നീ പറയുന്നത് ഒന്നും തന്നെ കേൾക്കണ്ട. കൂടുതൽ ചോദ്യം ചെയ്യാനും പോയ കാശിന്റെ കണക്കെടുക്കാനും ഒന്നും തന്നെ ഞാൻ വരുന്നില്ല. നീ തട്ടിയെടുത്തതെല്ലാം നീ തന്നെ വെച്ചോ. നിന്നെ ഇത്രയും നാളും ഞങ്ങൾ വിശ്വസിച്ചതിന്റെ കൂലിയായിട്ട് ഞങ്ങൾ അത് കൂട്ടിക്കോളാം. എന്നിട്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ എന്നെയും എന്റെ കുടുംബത്തെയും ചതിക്കുന്ന ഒരൊറ്റൊരാളും ഇവിടെ വേണ്ടെന്ന് സേതു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുന്ന അച്ഛനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പോകേണ്ടവളാണല്ലോ എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാ ഞാൻ ഇത്രയും നാളും ഇവിടെ ജീവിച്ചത്. പക്ഷേ ഈ വീട്ടിൽ നിന്നും തല കുനിച്ചിറങ്ങേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ ഒരു കുറ്റക്കാരിയുടെ സ്ഥാനം പേറിക്കൊണ്ടായിരിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കേൾക്കണം. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ അവന്തിക ഇവിടെ നിന്ന് പോവുകയുള്ളൂ. തുടർന്ന് അവന്തിക പറയുകയാണ്, നന്ദേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം അച്ഛൻ ഓർമ്മയുണ്ടോ? ബിസിനസ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തർക്കമായി. അവസാനം അച്ഛൻ നന്ദേട്ടനെ അടിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞു. അന്ന് കാറെടുത്ത് ഇറങ്ങിപ്പോയ നന്ദേട്ടനാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ പോയ ഞാൻ ഈ കാര്യം വന്നതിന് ശേഷം സ്നേഹ പറഞ്ഞിട്ടാണ്. തുടക്ക സമയത്ത് നന്ദേട്ടനെ അന്വേഷിക്കാൻ എല്ലാവർക്കും ഒരാവേശമായിരുന്നു. പിന്നെ എല്ലാവരും നന്ദേട്ടനെ മറന്നു. നിങ്ങളുടെ അച്ഛന്റെയും മകന്റെയും വാശിക്ക് ഞാൻ കൊടുത്ത ാണ് ഈ താലി. ഭർത്താവ് ഉണ്ടായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതേ വിധവയാകുന്നതിന് തുല്യമാണ്. അച്ഛനടക്കം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു മറ്റൊരു വിവാഹം ചെയ്യാൻ. പക്ഷേ നന്ദേട്ടൻ എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നു മുതൽ ഇവിടെ നിന്നത്. സത്യമായിട്ടും ഈ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ. ട്രസ്റ്റിന്റെ ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. പാസ്സായെന്ന് മാനേജരും പറഞ്ഞതാണ്. അതിന്റെ അപ്പുറം എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഇത് കേൾക്കുന്ന സേതു സംശയത്തോടെ അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.